നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് പൂരവിളംബരം. നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നതോടെയാണ് പൂരങ്ങളുടെ പൂരത്തിന് തുടക്കമായത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടരഹിതമാണ് ഇത്തവണത്തെ തൃശൂർ പൂരാഘോഷം. പൊതു ടാപ്പിൽ വെള്ളം ശേഖരിക്കാൻ പോയ സ്ത്രീക്ക് പാമ്പ് കടിയേറ്റു. ചാവക്കാട് കടപ്പുറം മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം ഒളാട്ട് ശിവരാജൻ ഭാര്യ ബിന്ദുവിനാണ് പാമ്പിന്റെ കടിയേറ്റത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ 4 വയസ്സുകാരന് പാമ്പ് കടിയേറ്റു. രണ്ടുപേരും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിൽ. ജനവാസ മേഖലയിൽ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിൽ ആശങ്ക. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിക്കും കപ്പൂർ സ്വദേശിക്കും സൂര്യതാപമേറ്റു. പട്ടാമ്പി ശങ്കരമംഗലത്ത് ഗൃഹനാഥനെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സൂര്യതാപമേറ്റത് മൂലമെന്ന് സംശയം. കൊടുംചൂടിൽ ജാഗ്രത വേണമെന്ന് വിദഗ്ധർ. അതേസമയം കടുത്ത ചൂടിനെ തുടർന്നുള്ള മുഖ്യമന്ത്രിയുടെ സെൽഫ് ലോക്ക്ഡൌൺ നിർദ്ദേശത്തിന് പുല്ലുവില. പലയിടത്തും ശക്തമായ വെയിലുള്ളപ്പോഴും തൊഴിലാളികൾ നിർബന്ധിത സേവനങ്ങളിൽ നിന്നും മുക്തരാകാത്ത സ്ഥിതി. തൃശൂരിൽ പാൽ വണ്ടിയിൽ കടത്തുകയായിരുന്ന 2.5 കോടി രൂപയുടെ ഹാഷിഷ് ഓയിലുമായി കോട്ടോൾ സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കോട്ടോൾ പൊന്നനേങ്കാട് വീട്ടിൽ ഹബീബ് പുത്തിരി എന്ന പ്രത്യേക കോഡിലാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിവന്നിരുന്നത്. പാവറട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ആഘോഷത്തിന് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ തുടക്കം. തിരുനാളിന് തുടക്കം കുറിച്ച് തീർത്ഥകേന്ദ്രത്തിൽ ലക്ഷക്കണക്കിന് LED പിക്സൽ ലൈറ്റുകളാൽ വർണ്ണ കാഴ്ചയൊരുക്കി. ഗുരുവായൂരിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന നിലയിൽ ഒരു വിഭാഗം ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണത്തിനെതിരെ പ്രതിഷേധം ശക്തം. നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. കുന്നംകുളം നഗരസഭയെയും കാട്ടകപ്പാൽ പഞ്ചായത്തിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിപ്പുഴ പാലം ഏപ്രിൽ 29 ബുധനാഴ്ച പൊളിക്കും. പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. ബുധനാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം. നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ മേഖലയിൽ സന്ദർശനം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് പൂരവിളംബരം. നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നതോടെയാണ് പൂരങ്ങളുടെ പൂരത്തിന് തുടക്കമായത്. രാവിലെ പ്രത്യേക ചടങ്ങുകൾക്കു ശേഷം കാവിൽ നിന്നും എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി തൃശൂർ നഗരത്തിലേക്ക് എത്തി. തുടർന്ന് പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമാണ് തെക്കേ ഗോപുരനട തുറന്നത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടരഹിതമാണ് ഇത്തവണത്തെ തൃശൂർ പൂരം. വെടിക്കെട്ട് ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായി പൂരം പരിമിതപ്പെടുത്തി. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ആഘോഷപൂർവമായ കുടമാറ്റം 15 മിനിറ്റ് മാത്രമാക്കി ചുരുക്കി. ഇരു ദേവസ്വങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചർച്ചയിലെ തീരുമാനം. പൊതു ടാപ്പിൽ വെള്ളം ശേഖരിക്കാൻ പോയ സ്ത്രീക്ക് പാമ്പുകടിയേറ്റു. ചാവക്കാട് കടപ്പുറം മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം ഒളാട്ട് ശിവരാജൻ ഭാര്യ ബിന്ദുവിനാണ് പാമ്പിന്റെ കടിയേറ്റത്. വീടിന് മുൻവശത്തുള്ള പൊതു ടാപ്പിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കാൻ പോയതായിരുന്നു ബിന്ദു. ഇതിനിടയിലാണ് പാമ്പ് കടിച്ചത്. ഉടൻ തന്നെ കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ 4 വയസ്സുകാരന് പാമ്പ് കടിയേറ്റു. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിൽ താമസിക്കുന്ന ദേവതിയാൽ പറമ്പിൽ സജിലിന്റെ മകൻ 4 വയസ്സുകാരൻ അർഹനാണ് പാമ്പ് കടിയേറ്റത്. വീടിനകത്ത് വെച്ചാണ് കടിയേറ്റത്. ഉടൻ തന്നെ കുട്ടിയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്നേക് ക്യാച്ചർ രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തി നടത്തിയ തെരച്ചിൽ വീട്ടിലെ മുറിയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തി. കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു.
തീരമേഖലയിൽ മുൻപില്ലാത്ത രീതിയിൽ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിൽ ആശങ്ക. നിലവിലെ സാഹചര്യത്തിൽ അമിതമായി പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ജാഗ്രത കൈവിടരുതെന്നും സ്നേക് ക്യാപ്ചറും പുന്നയൂർ പഞ്ചായത്ത് അംഗവുമായ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ പറഞ്ഞു. 2018 പ്രളയശേഷമാണ് മേഖലയിൽ വലിയ രീതിയിൽ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിച്ചത്. ദിവസേന ശരാശരി 3 പേർ വരെ പാമ്പിനെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് തന്നെ വിളിക്കാറുണ്ടെന്ന് വീരാൻകുട്ടി പറഞ്ഞു. പ്രധാനമായും അണലി, മൂർഖൻ, മലമ്പാമ്പ് എന്നിവയാണ് മേഖലയിൽ കണ്ടുവരുന്നത്. മറ്റു പാമ്പുകളുടെ സാന്നിധ്യം കുറവാണ്. ചൂട് കൂടിയതോടെയാണ് ഇപ്പോൾ ഇവയുടെ വ്യാപനമുണ്ടായത്. ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ പാമ്പിനെ കണ്ടിട്ടില്ല വിളിയാണ്. പക്ഷേ അത് എവിടെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടലില്ല. എന്നാലും 90% നമുക്ക് പാമ്പിനെ കിട്ടലുണ്ട്. അതിൽ കിട്ടിയിട്ടുള്ളത് കൂടുതലും അണലിയാണ്. ഭയങ്കര വിഷമുള്ള പാമ്പാണ്. പാമ്പുകൾക്ക് ഏറ്റവും വിഷം കൂടുതലുള്ള അണലിയാണ്. അണലിനെയാണ് കൂടുതൽ ഞാൻ പിടിച്ചിട്ടുള്ളത്. അതുപോലെ മൂർഖൻ, മലമ്പാമ്പ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മലമ്പാമ്പ് ഇവിടെ കാണാൻ പറ്റിയിരുന്നത് നമ്മളെ കാഴ്ച ബംഗ്ലാവിൽ പോയിട്ടാണ്. അല്ലാതെ കണ്ടിട്ട് മലമ്പാമ്പിനെ കാണാൻ പറ്റിയിരുന്നില്ല. ഇന്ന് സുലഭമായിട്ട് എല്ലാ പറമ്പിലും എല്ലാ സ്ഥലത്തും മലമ്പാമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. പല വീടുകളിലും കോഴിക്കൂട്, കിളിക്കൂട് എന്നിവിടങ്ങളിലും ചെടികളുടെ ഇടയിലും വിറകുപുരയിലുമാണ് ഇവയെ കണ്ടെത്തുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ വീടിനു സമീപം ഇടുന്നത് മൂലം അവ ഭക്ഷിക്കാൻ എലികൾ എത്തുന്നതും തൊട്ടുപിന്നാലെ എലിയെ പിടികൂടാൻ പാമ്പെത്തുന്നതും ജനജീവിതത്തിന് ഭീഷണിയായി മാറുകയാണ്. അതിനാൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കുഴിച്ചുമൂടിയിടുവാൻ ശ്രദ്ധിക്കണമെന്ന് വീരാൻകുട്ടി പറഞ്ഞു. മേഖലയിൽ നിരവധിയിടങ്ങളിൽ നിന്നും ഒട്ടേറെ പാമ്പുകളെ പിടികൂടി വനംവകുപ്പ് അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. പ്രദേശത്ത് പാമ്പിനെ കണ്ടാൽ തന്നെ വിളിക്കാമെന്നും അവയെ പിടികൂടി വനംവകുപ്പിന് കൈമാറുമെന്നും പഞ്ചായത്ത് അംഗം കൂടിയായ സ്നേക് ക്യാച്ചർ കൂട്ടിച്ചേർത്തു. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സമയത്തും എപ്പോഴും എന്നെ ബന്ധപ്പെടാം. എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് ആർക്കും വിളിക്കാം. പക്ഷേ വിളിക്കുന്നതിന് മുമ്പ് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒന്ന് വാട്സപ്പിൽ വിട്ടു തരിക. കാരണം അത് ഏതാണ് പാമ്പ് എന്നൊന്ന് അറിഞ്ഞിരിക്കാനാണ്. കാരണം പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കാതിരിക്കുക. ഇവിടെ സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ ഉടനടി എത്തുന്നതാണ്. എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നതാണ്. പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ആഘോഷത്തിന് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ തുടക്കമായി. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച നടന്ന തിരുക്കർമ്മങ്ങൾ വിശ്വാസികളുടെ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. രാവിലെ 10 മണിക്ക് നടന്ന ദിവ്യബലിക്ക് ഫാദർ വിപിൻ വേരൻ പിലാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൻഡോ തരകൻ, ഡീക്കൻ ജെയ്മോൻ അറക്കൽ എന്നിവർ സഹകാർമ്മികരായി. കുർബാനയെ തുടർന്ന് നേർച്ച ഭക്ഷണത്തിന്റെ ആശീർവാദ കർമ്മവും നടന്നു. തീർത്ഥകേന്ദ്രം ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ആശീർവാദ കർമ്മം നിർവഹിച്ചു. സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവരും കൈക്കാരന്മാരായ ഊട്ടി ജോസഫ് ലിയോ, കെ എ ജോസൻ, ജെയ്സൺ വടക്കൂട്ട്, കെ ജെ ബാബു, നേർച്ച ഭക്ഷണ കമ്മിറ്റികളുടെ കൺവീനർമാരായ ജോസഫ് ഡി കൊള്ളന്നൂർ, ടി എൽ ജെയിംസ്, വി ആർ ബാബു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ജൂബിലി വർഷത്തിലെ തിരുനാളായതിനാൽ വരും ദിവസങ്ങളിലും വിപുലമായ പരിപാടികളാണ് തിരുനാളിന്റെ ഭാഗമായി തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ ദീപക്കാഴ്ച. തിരുനാളിന് തുടക്കം കുറിച്ച് ലക്ഷക്കണക്കിന് LED പിക്സൽ ലൈറ്റുകളാൽ വർണ്ണക്കാഴ്ചയൊരുക്കി തീർത്ഥകേന്ദ്രം. വിശ്വാസസാഗരമായ പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. ലക്ഷക്കണക്കിന് LED പിക്സൽ ലൈറ്റുകൾ കൊണ്ട് പള്ളിയും പരിസരവും അലങ്കരിച്ച ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. പാവറട്ടി സെന്റ് തോമസ് ആശ്രമം പ്രിയോർ ഫാദർ ജോസഫ് ആലപ്പാട്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഈ ജൂബിലി വർഷത്തിൽ തിരുനാൾ ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ ദീപാലങ്കാരം. തിരുകർമ്മങ്ങൾക്കു ശേഷം സ്വിച്ച് ഓൺ ചെയ്തതോടെ ആയിരക്കണക്കിന് തീർത്ഥാടകരെ സാക്ഷിയാക്കി പള്ളി അങ്കണത്തിൽ പിക്സൽ ലൈറ്റുകളുടെ ഒരു മായിക പ്രപഞ്ചം തെളിയുകയായിരുന്നു. CJ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് ഈ അത്യാധുനിക ദീപാലങ്കാരം ഒരുക്കിയതിനു പിന്നിൽ പ്രവർത്തിച്ചത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ OT ലിയോ ജോസഫ്, കെ എ ജോസൺ, ജെയ്സൺ വടുക്കൂട്ട്, KJ ബാബു എന്നിവരും ഇലുമിനേഷൻ കമ്മിറ്റി കൺവീനർ CJ വിൽസൺ, മറ്റു കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ പാവറട്ടിയിലേക്ക് ഒഴുകിയെത്തുന്ന വിശ്വാസികൾക്ക് ഈ ദീപാലങ്കാരം നയനാനന്ദകരമായ ഒരു അനുഭവമായിരിക്കും സമ്മാനിക്കുക.
ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിക്ക് സൂര്യതാപമേറ്റു. കുളത്ത് 62 വയസ്സുള്ള വാസുവിനാണ് സൂര്യാഘാതമേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതിനിടയിലാണ് നിർമ്മാണ തൊഴിലാളിയായ വാസുവിന് പൊള്ളലേറ്റത്. പാലക്കാട് ജില്ലയിൽ വെള്ളിയാഴ്ച ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ടായിരുന്നു. പ്രദേശത്ത് ശക്തമായ ചൂട് തുടരുന്നതിനാൽ പൊതുജനങ്ങൾ അനാവശ്യമായി പുറത്തുപോകുന്നത് ഒഴിവാക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പട്ടാമ്പി ശങ്കരമംഗലത്ത് ഗൃഹനാഥനെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശങ്കരമംഗലം തോട്ടുങ്ങൽ സിറ്റി പുലാമന്തോൾ വളപ്പിൽ വീട്ടിൽ ബഷീറാണ് മരിച്ചത്. മരണം സൂര്യതാപമേറ്റത് മൂലമെന്ന് സംശയം. പട്ടാമ്പി ശങ്കരമംഗലത്തെ വയോധികനെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശങ്കരമംഗലം തോട്ടുങ്ങൽ സിറ്റി പുലാമന്തോൾ വളപ്പിൽ ബഷീറാണ് മരിച്ചത്. ഇയാൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സമീപവാസികൾ ഇയാളെ വീട്ടുവളപ്പിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സൂര്യാതാപമേറ്റിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ സംശയം. എന്നാൽ ഇക്കാര്യം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം ഇക്കാര്യം സ്ഥിരീകരിക്കുകയുള്ളൂ. മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ യുവാവിന് സൂര്യതാപമേറ്റു. കപ്പൂർ പന്തയംകാട്ടിൽ 44 വയസ്സുള്ള സലാമിനാണ് ശനിയാഴ്ച പകൽ 12ഓടെ സൂര്യതാപമേറ്റതായി കണ്ടത്. വെള്ളിയാഴ്ച പെരുമ്പിലാവിൽ നിന്നും ജോലി കഴിഞ്ഞു മടങ്ങവെയാണ് സൂര്യതാപം ഏറ്റതായി മനസ്സിലാക്കുന്നത്. ഇന്ന് 12ഓടെ കാലിൽ നീറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് കാലിലെ പല ഭാഗങ്ങളിലും പൊള്ളലേറ്റതുപോലെയും തൊലി ഇളകി മാറിയതായും കണ്ടെത്തിയത്. കാലിൽ നീറ്റലും പുകച്ചിലും ഉള്ളതായും യുവാവ് പറഞ്ഞു. സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി. കനത്ത ചൂടിനെ തുടർന്നുള്ള മുഖ്യമന്ത്രിയുടെ സെൽഫ് ലോക്ക്ഡൌൺ നിർദ്ദേശത്തിന് പുല്ലുവില. പലയിടത്തും ശക്തമായ വെയിലുള്ളപ്പോഴും തൊഴിലാളികൾ നിർബന്ധിത സേവനങ്ങളിൽ നിന്നും മുക്തരാകാത്ത സ്ഥിതിയാണ്. ഇത്തരത്തിൽ പെരുമ്പിലാവിൽ ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി നട്ടുച്ച നേരത്ത് തൊഴിലാളികൾ വഴിവിളക്കുകൾ സ്ഥാപിക്കൽ ജോലി തുടരുന്നതാണ് ഈ ദൃശ്യം. താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിൽ ഉൾപ്പെടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നട്ടുച്ച നേരത്തും റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ജംഗ്ഷനിൽ വിളക്കുകാലുകളും അനുബന്ധ ലൈറ്റ് ഫിറ്റിംഗ്സുകളും തകൃതിയായി നടക്കുന്നു. അന്തരീക്ഷത്തിൽ ചൂട് വളരെ കൂടുതലായ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ സർക്കാർ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയാണ് കരാറുകാർ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. ചൂട് വർദ്ധിക്കുന്നതിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവാപായത്തിനും വരെ കാരണമായേക്കാമെന്നിരിക്കെ ഇത്തരം ജോലികൾ നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പകൽ 11 മുതൽ 3 വരെ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശത്തെ മറികടന്നാണ് ഇത്തരം പ്രവർത്തികൾ നടക്കുന്നത്. കോവിഡ് കാലത്തെ പോലെ ഇതൊരു സെൽഫ് ലോക്ക്ഡൌൺ സമയമായി കണ്ട് അനാവശ്യ യാത്രകളും പുറംപണികളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശമാണ് കരാർ കമ്പനിക്കാർ കാറ്റിൽ പറത്തുന്നത്. സൺഗ്ലാസ് പോലും ഇവർ ഉപയോഗിക്കാതെയാണ് ക്രെയിൻ ക്യാബിനിൽ 100 അടിയോളം ഉയരത്തിൽ ലൈറ്റ് ഫിറ്റിംഗ് ജോലികൾ നടത്തുന്നത്. തൃശൂർ ജില്ലയിൽ പൊതുപരിപാടികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പകൽ 11 മുതൽ 3 വരെ തുറസായ സ്ഥലങ്ങളിലെ പൊതുയോഗങ്ങൾ, കലാകായിക പരിപാടികൾ എന്നിവ പാടില്ല. ഉത്സവങ്ങളിലെ പകൽപൂരങ്ങൾ, ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് എന്നിവ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പകൽ സമയത്തെ പുറംപണികൾ ഒഴിവാക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ജോലി സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഇത് കർശനമായി പാലിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും പകൽ സമയത്തെ തൊഴിലുറപ്പ് ജോലികൾ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടില്ല. നിലവിൽ ജില്ലയിലെ പലയിടങ്ങളിലും സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. തൃശൂരിൽ പാൽവണ്ടിയിൽ കടത്തുകയായിരുന്ന 2.5 കോടി രൂപയുടെ ഹാഷിഷ് ഓയിലുമായി കോട്ടോൾ സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പൂത്തിരി എന്ന പ്രത്യേക കോഡിലാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിവന്നിരുന്നത്. കോട്ടോൽ പൊന്നനേംകാട് വീട്ടിൽ ഹബീബിനെയാണ് തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ പക്കൽ നിന്ന് 2.5 കിലോ ഹാഷിഷ് ഓയിലും 200 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ പൂത്തിരി എന്ന പ്രത്യേക കോഡ് ഉപയോഗിച്ചായിരുന്നു വിൽപ്പന. ആന്ധ്രയിലെ വിശാഖപട്ടണത്ത് നിന്ന് മയക്കുമരുന്ന് നേരിട്ടെത്തിച്ച ശേഷം പ്രത്യേക ഗ്രൂപ്പുകളിലൂടെ പൂത്തിരി ഓണായിട്ടുണ്ട് എന്ന കോഡ് നൽകുന്നതോടെ ആവശ്യക്കാർ ഇയാൾക്ക് ഓർഡർ നൽകി തുടങ്ങും. ഓൺലൈനായി പണം സ്വീകരിച്ച ശേഷം മയക്കുമരുന്ന് വെള്ളം നനയാത്ത രീതിയിൽ പൊതിഞ്ഞ് സുരക്ഷിതമായി ഏതെങ്കിലും സ്ഥലത്ത് വച്ച ശേഷം ഫോട്ടോയും ലൊക്കേഷനും അയച്ചു കൊടുക്കുന്നതായിരുന്നു ചില്ലറ വിൽപ്പനയുടെ രീതി. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ NR രാജു, TJ രഞ്ജിത്ത്, സുധീർ കുമാർ,
മറ്റുദ്യോഗസ്ഥരായ PB സിജോമോൻ, നിതിൻ മാധവൻ, റനിൽ രാജൻ തുടങ്ങിയവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. പുന്നൂർ ഗ്രാമപഞ്ചായത്ത് ഗ്യാസ് ക്രിമിറ്റോറിയത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചേർന്ന അടിയന്തര പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. ശനിയാഴ്ച ജില്ലാ ശുചിത്വ മിഷൻ വിദഗ്ധർ ക്രിമിറ്റോറിയം സന്ദർശിച്ചിരുന്നു. വിവിധ സബ് ഡിവിഷനുകളിലായി പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട് സംയുക്ത പരിശോധന അനിവാര്യമെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ. ഇനി തിങ്കളാഴ്ച സംസ്ഥാന തലത്തിലുള്ള വിദഗ്ധർ എത്തി ശ്മശാനം സന്ദർശിക്കും. അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച 2:30 മണിക്ക് ഇതിൻ്റെ വിദഗ്ധ സമിതികൾ ഓരോ വിഭാഗത്തിൻ്റെയും കൂടി എല്ലാവരും ചേർന്ന് വന്ന് ഇത് ഇൻസ്പെക്ഷൻ ചെയ്യാൻ തീരുമാനിച്ച വിവരം അറിയിച്ചു. ഇവിടെ പല വിധത്തിലുള്ള ക്രമക്കേടുകളും നടന്നതായി കാണുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും സംയുക്തമായ റിപ്പോർട്ടാണ് പഞ്ചായത്തിന് ആവശ്യം. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം പഞ്ചായത്ത് ഉചിതമായ തീരുമാനം മീറ്റിംഗ് കൂടി എടുക്കുന്നതായി. കണ്ണൂരിലെ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതി കുന്നംകുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ആനയ്ക്കൽ സെന്ററിൽ നടന്ന സദസ്സ് സംഘടനയുടെ കുന്നംകുളം ഏരിയ സെക്രട്ടറി CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. CPIM കുന്നംകുളം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി PB ഭവീഷ്, PKS ഏരിയ പ്രസിഡന്റ് സുനിൽ പുതുശ്ശേരി, ജിതിൻ വിജയൻ, ER അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ പൂരാഘോഷം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളും മേഖലയിലെ ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗം ചേർന്നു. ചിറക്കലിൽ നിന്നും കിഴക്കേനടയിലേക്കെത്തുന്ന രാമപുരം റോഡിന്റെ ഇരുവശവും കച്ചവടം, പാർക്കിംഗ് എന്നിവ ഒഴിവാക്കാൻ പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡ് പ്രദർശിപ്പിക്കും. കൂടുതൽ പൂരങ്ങൾ കടന്നുവരുന്ന ചൂടേറിയ റോഡിൽ ആനകൾ നടന്നു നീങ്ങുമ്പോൾ റോഡുകൾ തണുപ്പിക്കുന്നതിന് ചിറക്കൽ ഷാപ്പ് റോഡ് മുതൽ ചിറയങ്കാട് വരെയും ചിറക്കൽ നിന്ന് രാമപുരം റോഡിലും 2 ടാങ്കറുകളിലായി വെള്ളം നനച്ചു കൊടുക്കും. ചാഞ്ഞു നിൽക്കുന്ന ഇലക്ട്രിക് ലൈനുകൾ വലിച്ചു കെട്ടാൻ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂരം നടക്കുന്ന 27, 28 തീയതികളിൽ അമ്പലമൈതാനത്ത് നമ്പർ 108 വിളിച്ചാലെത്തുന്ന ആംബുലൻസ് സംവിധാനം ഒരുക്കിത്തരണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചതിനെ തുടർന്ന് ആംബുലൻസ് സജ്ജമാക്കും. തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരത്തെ പഞ്ചായത്ത് ഭരണാധികാരികൾ നടത്തിയ ഇടപെടലിനെ തുടർന്ന് ആനകൾ അണിനിരക്കുന്ന ക്ഷേത്ര മൈതാനം വൃത്തിയാക്കിയിരുന്നു. ആലോചനാ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KM റസാഖ്, MP രാജൻ, PC ശൈലജ, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി സോജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പൂരം നടത്തിപ്പ് സുഗമമാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി നടത്തിയ ഇടപെടലുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് KB സുദീപ് നന്ദി പറഞ്ഞു. പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരത്തിന് മുന്നോടിയായി ശനിയാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ ചെറിയ കുതിരവേല ആഘോഷിച്ചു. ദാരികന്റെ പടപുറപ്പാടിന്റെ സങ്കല്പത്തിലാണ് ചെറിയ കുതിരവേല ആഘോഷിച്ചത്. കുതിരവേലാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ കുതിര നിർമ്മാണം തുടങ്ങി. വൈക്കോലും കയറും കൊണ്ടുണ്ടാക്കിയ കുതിരകളെ അലങ്കരിച്ച് അമ്പലനടയിൽ എഴുന്നള്ളിച്ചു വെച്ചു. ആറാട്ടിനു ശേഷം എഴുന്നള്ളിയ ഭഗവതിയെ 3 കുതിരകളെ അണിനിരത്തി സ്വീകരിച്ചു. ഭദ്രകാളിയുടെ പടപുറപ്പാടിന്റെ സ്മരണയിൽ ഞായറാഴ്ച വലിയ കുതിരവേല ആഘോഷിക്കും. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വലിയ ഒറ്റ കുതിരയുമായാണ് വലിയ കുതിരവേല ആഘോഷിക്കുന്നത്. കാളി ദാരിക യുദ്ധവും പ്രതീകാത്മക ദാരിക വധവും അരങ്ങേറുന്ന കാട്ടകമ്പാൽ പൂരം തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കും. കൊടും വേനലിൽ ചുട്ടുപൊള്ളി നഗരത്തിലെത്തുന്നവർക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് കുന്നംകുളം നഗരസഭയുടെ തണുത്ത സംഭാര വിതരണം. മാർച്ച് 15 മുതൽ ആരംഭിച്ച ഈ ദാഹശമനി വിതരണം അക്ഷരാർത്ഥത്തിൽ നഗരത്തിലെത്തുന്നവർക്ക് സഹായകരമായി. നഗരസഭയുടെ കീഴിലുള്ള കുടുംബശ്രീ ക്യാന്റീനായ സുഭിക്ഷയിലെ അംഗങ്ങളാണ് രുചികരവും തണുത്തതുമായ സംഭാരം തയ്യാറാക്കുന്നത്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് നഗരത്തിൽ വിതരണം ചെയ്യുന്നത്. ബസ് യാത്രികരും പൊതുജനങ്ങളുമടക്കം പ്രതിദിനം 700-ലേറെ പേർക്കാണ് നഗരസഭ സൗജന്യമായി സംഭാരം നൽകുന്നത്. വേനൽ ചൂടിൽ വലയുന്ന യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഒരു കൈത്താങ്ങാകുകയാണ് കുന്നംകുളം നഗരസഭ. വേനൽ മഴ ആരംഭിക്കുന്നതുവരെ ഈ പദ്ധതി മുടങ്ങാതെ തുടരാനാണ് നഗരസഭയുടെ തീരുമാനം. സംഭാര വിതരണ സ്റ്റാളിൽ നഗരസഭ അധികൃതർ സന്ദർശനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, വാർഡ് കൗൺസിലർമാരായ രമ്യ രാജൻ, ദിലീപ് പുളിക്കൽ എന്നിവരാണ് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്.
വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ നഗരസഭ നടത്തുന്ന ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നു ലഭിക്കുന്നത്. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടുനിന്ന തിരു ഉത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. കടവല്ലൂർ രാജുമാരാർ, കടവല്ലൂർ സഞ്ജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, നാഗസ്വരം, ആന എന്നിവയോടെ രാത്രി 7-ന് ക്ഷേത്രത്തിൽ നിന്നും തിടമ്പ് എഴുന്നള്ളിച്ചു. 4 ദേശങ്ങളിലേക്ക് ഗ്രാമപ്രദക്ഷിണ നടത്തി. പടിഞ്ഞാറേ ദേശം, മന്നം നഗർ, ശാസ്താനഗർ, കിഴക്കേ ദേശം എന്നിവിടങ്ങളിൽ ദേവനെ പറവെച്ച് സ്വീകരിച്ചു. രാത്രി 9-ന് ക്ഷേത്രകുളത്തിൽ ആറാട്ട് നടത്തി. തന്ത്രി കൈനിക്കര വടക്കേടത്ത് ജയൻ നമ്പൂതിരി പ്രധാന കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ഭഗവാനോടൊപ്പം ആറാട്ടു കുളിച്ചു. തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് ആനപ്പുറത്തേറി തിരിച്ചെഴുന്നള്ളിയ ഭഗവാനെ വഴിനീളെ നിറപറയുമായി സ്വീകരിച്ചു. ശേഷം ഉത്സവത്തിന് കൊടിയിറക്കി. ഉത്സവത്തിനെത്തിയ എല്ലാവർക്കും അത്താഴവും ഒരുക്കിയിരുന്നു. ഗുരുവായൂരിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന നിലയിൽ ഒരു വിഭാഗം ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണത്തിനെതിരെ പ്രതിഷേധം ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ക്ഷേത്ര പരിസരത്ത് കണ്ടെത്തിയ മാനസിക വെല്ലുവിളി നേരിടുന്ന കാശ്മീരി സ്വദേശിയെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. കാശ്മീരിൽ നിന്ന് ഇദ്ദേഹത്തെ കാണാതായതിനെക്കുറിച്ചുള്ള പരാതിയിൽ കാശ്മീർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വിവരം പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും സ്ഥിരീകരിച്ചതായി പോലീസ് അറിയിച്ചിരുന്നു. പാഞ്ചജന്യം റെസ്റ്റ് ഹൌസിൽ ഭീകരൻ താമസിച്ചിരുന്നു എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്, ദേവസ്വം ചെയർമാൻ പറഞ്ഞു. വസ്തുത ഇതായിരിക്കെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂരിൽ ഭീകര സാന്നിധ്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സത്യവിരുദ്ധമാണ്. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള IB അടക്കമുള്ള ഏജൻസികളുടെ നിതാന്തമായ സാന്നിധ്യത്തെയും ശക്തമായ പ്രവർത്തനത്തെയും വില കുറച്ചു കാണാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സമൂഹത്തിൽ ആശങ്ക പരത്തി സ്പർദ്ധ സൃഷ്ടിക്കാനും പ്രദേശത്തെ സമാധാന ജീവിതം തകർക്കാനും ഗുരുവായൂരിൽ നിന്ന് ഭക്തരെ അകറ്റാനുമുള്ള ഗൂഢലക്ഷ്യമാണ് ഇത്തരം വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നതിന് പിന്നിലുള്ളത് എന്ന് AV ഗോപിനാഥ് പറഞ്ഞു. നിക്ഷിപ്ത രാഷ്ട്രീയ താൽപ്പര്യവും ഇതിന് പിന്നിലുണ്ട്. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയ്ക്കും തുരങ്കം വയ്ക്കുന്ന ഭീകര സാന്നിധ്യത്തെക്കുറിച്ച് തെളിവ് ലഭിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകർ അക്കാര്യം അന്വേഷണ ഏജൻസികളെ അറിയിച്ച് നടപടിയെടുക്കുകയാണ് വേണ്ടത്. ഭീകര സാന്നിധ്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ആവശ്യപ്പെട്ടു. സത്യവിരുദ്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെയും ലേഖകർക്കെതിരെയും സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ദേവസ്വം നിർബന്ധിതമായിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓൺലൈൻ ലോൺ മാഫിയകളുടെ ഭീഷണിയെയും ജാതി അധിക്ഷേപത്തെയും തുടർന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി മിഥുൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ജനകീയ ഐക്യവേദി തൃശൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വായ്പയെടുത്തവരുടെ കിടപ്പാടം ജപ്തി ചെയ്യാൻ അനുവദിക്കുന്ന സർഫാസി നിയമം പിൻവലിക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുന്നംകുളത്ത് നടന്ന കൺവെൻഷൻ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ഷൈജു ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. ശശി നെട്ടിശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരീം പന്നിത്തടം, VK തമ്പി, ഷാജി ആലിക്കൽ, ഷിബു പൗലോസ്, ബീന ലിബിനി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് VG അനിൽ, ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കൊടുങ്ങല്ലൂർ, ട്രഷറർ മോഹിനി ഷാജൻ, വൈസ് പ്രസിഡന്റ് ബിജു ചിറയത്ത്, സംഘടനാ സെക്രട്ടറി ശശി നെട്ടിശ്ശേരി, സെക്രട്ടറിമാരായ മറിയാമ്മ പ്രമോദ്, RS ബിജോയ് എന്നിവരെ തെരഞ്ഞെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് 10ാം നാൾ ഫലപ്രഖ്യാപനം. ഏപ്രിൽ 9-ന് നടന്ന 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലെ ജനവിധി അറിയാൻ ഒരു മാസക്കാലത്തോളം നീണ്ട ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് 10ാം നാൾ വോട്ടെണ്ണൽ നടക്കുക. അത്യന്തം വാശിയേറിയ പ്രചരണ കോലാഹലത്തിന് ശേഷമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേവലം ഒരു മാസത്തോളം മാത്രമാണ് പ്രചരണത്തിനുണ്ടായിരുന്നത്. ഇതിനിടയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നാമനിർദ്ദേശ പത്രിക സമർപ്പണവും പ്രചരണവും ഉൾപ്പെടെ മീനച്ചൂടിനെ വെല്ലുന്ന ആവേശത്തോടെയാണ് മുന്നണികളും പ്രവർത്തകരും നടത്തിയത്. SIR നടപ്പിലാക്കിയ ശേഷം സംസ്ഥാനത്ത് ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നത്. 80% പോളിംഗ് നടന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവകാശവാദങ്ങളുമായി മുന്നണികൾ രംഗത്തെത്തിയിരുന്നു. ഇടതുപക്ഷം 3ാം ഊഴമെന്നതിൽ ഉറച്ചു നിൽക്കുമ്പോൾ 100-ലേറെ സീറ്റുകൾ നേടി ഭരണത്തിൽ തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. BJP ആകട്ടെ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു.
കോൺഗ്രസ് ആകട്ടെ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രി പദവി സംബന്ധിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചിരുന്നു. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പുറമെ കെ.സി. വേണുഗോപാലിനായും ഗ്രൂപ്പ് തിരിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്പരം കലഹിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെത്തിയിരുന്നു. മുന്നണികളുടെ അവകാശവാദങ്ങൾക്കും അമിത പ്രതീക്ഷകൾക്കും വിധിദിനം വരെ മാത്രമായിരിക്കും ആയുസ്. മുന്നണികളുടെയും പ്രവർത്തകരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന അന്തിമ വിധി പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ആര് അധികാരത്തിലെത്തുമെന്ന ആകാംക്ഷയിലാണ് കേരള ജനത. ചാവക്കാട് ബീച്ചിലെ മിനി വാഗമൺ പ്രദേശം മാലിന്യ ഭീഷണിയിൽ. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ സന്ദർശിക്കുന്ന പ്രദേശമാണ് മിനി വാഗമൺ. എന്നാൽ ഇവർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും പുൽമേടുകളിലും പരിസരങ്ങളിലും കുന്നുകൂടി കിടക്കുന്നത് പ്രദേശത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം നശിപ്പിച്ചു. ഇവിടുത്തെ കന്നുകാലികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും വലിയ ആരോഗ്യ ഭീഷണിയുമായാണ് ഇവ ഉയർത്തുന്നത്. ദിനംപ്രതി എത്തുന്ന ഫോട്ടോഗ്രാഫർമാരും പ്രകൃതി സ്നേഹികൾക്കുമാണ് ഈ ദുരവസ്ഥ സങ്കടകരമാകുന്നത്. മാലിന്യ നീക്കത്തിനായി ചാവക്കാട് നഗരസഭയുടെ സഹകരണത്തോടെ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ പ്രദേശത്ത് മാസ് ക്ലീനിംഗ് ക്യാമ്പയിൻ എന്ന പേരിൽ വിപുലമായ ശുചീകരണ പ്രവൃത്തി നടത്തുന്നുണ്ട്. നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും സംബന്ധിക്കും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ചിറ്റണ്ട എടക്കാട് വാർഡിലെ ജവഹർ ബാൽമഞ്ചിന്റെ കളിക്കൂട്ടം കുട്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ ദാഹിച്ചു വലയുന്ന കിളികൾക്ക് വെള്ളവും തീറ്റയും ഒരുക്കി. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. ജവഹർ ബാൽമഞ്ച് കുട്ടികളുടെ മണ്ഡലം പ്രസിഡന്റ് ആദിലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഫാത്തിമ, നിസ്വ, ഫിദ ഫാത്തിമ, ഫിഫ്ന, ഫെമിന, സെൻഹ, നൈഹ, ഹയ തുടങ്ങിയ കുട്ടികൾ നേതൃത്വം നൽകി. പഞ്ചായത്ത് മെമ്പർ MR സജിത, TN നമ്പീശൻ, അജിലേഷ്, കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും യൂണിറ്റുകളിലെ കുട്ടികൾ വെള്ളവും തീറ്റയും എത്തിച്ചു നൽകുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് അമീന പറഞ്ഞു. ചെറുവള്ളിക്കടവ് പാലം നിർമ്മാണം. ബുധനാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം. നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ മേഖലയിൽ സന്ദർശനം നടത്തി. കുന്നംകുളം നഗരസഭയെയും കാട്ടകമ്പാൽ പഞ്ചായത്തിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിപ്പുഴ പാലം ഏപ്രിൽ 29 ബുധനാഴ്ച പൊളിക്കും. പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. AC മൊയ്തീൻ MLAയുടെ മുൻകൈയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 9 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരുടെ യോഗം മുൻകൂട്ടി AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. KSEB, വാട്ടർ അതോറിറ്റി, റവന്യൂ വകുപ്പ് പുതിയ പാലം നിർവഹിക്കുന്നതിനുള്ള അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചു നൽകി. ബുധനാഴ്ച മുതൽ പാലം പൊളിക്കുന്നതോടുകൂടി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇരുചക്ര, മുച്ചക്ര വാഹനങ്ങൾക്കും അടിയന്തരഘട്ടത്തിൽ ആംബുലൻസുകൾക്കുമാണ് താൽക്കാലിക പാലത്തിലൂടെ ഗതാഗത അനുമതിയുള്ളത്. ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R ഷാജിജു, വാർഡ് കൗൺസിലർ NA ഷനോഫ്, ദിവ്യ സുരേഷ് എന്നിവർ സന്ദർശിച്ചു. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ബാലവേദി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NB ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കൌൺസിലർമാരായ KM അഷ്റഫ്, AK പ്രേംലാൽ എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി വത്സൻ പാറന്നൂർ പരിപാടിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. പ്രദീപ് നെല്ലുവായ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. താലൂക്കിലെ 57 വായനശാലകളിൽ നിന്നായി ബാലവേദി പ്രവർത്തകരും ലൈബ്രറിയന്മാരും ഉൾപ്പെടെ 100ഓളം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. അംഗങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. ബാലവേദി കൺവീനർ T രാജഗോപാൽ സ്വാഗതവും താലൂക്ക് കൌൺസിലർ ഡെന്നിസ് മങ്ങാട് നന്ദിയും പറഞ്ഞു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉപ കരാറുകാരുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെയും മെല്ലെപ്പോക്ക് നയത്തിനെതിരെയും പ്രതിഷേധിച്ച് അണ്ടത്തോട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞു. വെള്ളിയാഴ്ച രാത്രി 10ഓടെയാണ് അണ്ടത്തോട് സെന്ററിൽ പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡ് പൊളിക്കുന്നതിനായി ശിവാലയ കരാർ കമ്പനിയുടെ തൊഴിലാളികൾ എത്തിയത്. ഇവിടെ മാസങ്ങളോളമായി റോഡ് പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗത്തെ പ്രവൃത്തികൾ ഇതുവരെയും തീർത്തിട്ടില്ല. ഇതിന്റെ ദുരിതം ജനങ്ങളും പ്രദേശത്തെ വ്യാപാരികളും പേറുന്നതിനിടയിലാണ് വീണ്ടും റോഡ് പൊളിക്കാൻ തൊഴിലാളികൾ എത്തിയത്. ഇതോടെ ജനങ്ങൾ രോഷാകുലരാവുകയും ആദ്യം പൊളിച്ചെടുത്ത പണികൾ തീർത്തതിനു ശേഷം പുതുതായി പൊളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നിർമ്മാണം തടയുകയായിരുന്നു. അണ്ടത്തോട് കുമാരൻപടി മുതൽ തങ്ങൾപടി വരെ പടിഞ്ഞാറു ഭാഗത്തെ സർവീസ് റോഡുകളിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാകാത്ത അവസ്ഥയാണുള്ളത്. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ കുഴിയിൽ ചടിയും തെന്നിവീണും അപകടത്തിൽപ്പെടുന്നത്.
മാത്രമല്ല മഴ പെയ്താൽ അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലം വെള്ളക്കെട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അണ്ടത്തോട് സെന്ററിൽ കൾവെട്ട് നിർമ്മാണത്തിനായി പൊളിച്ച കുഴി ഇതുവരെയും മൂടിയിട്ടില്ല. കൾവെട്ടിനു പകരം കോൺക്രീറ്റ് പൈപ്പിടാനാണ് നിർമ്മാണ കമ്പനിയുടെ തീരുമാനം. ഇതും ശാശ്വത പരിഹാരമല്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പൊടിശല്യം ഒഴിവാക്കാൻ വെള്ളം തളിക്കാനെത്തിയ ശിവാലയയുടെ ലോറി തന്നെ ഇവിടെ താഴ്ന്നുപോയിരുന്നു. ഏറെ നേരം പണിപ്പെട്ട് JCB ഉപയോഗിച്ചാണ് ലോറി വലിച്ചു കയറ്റിയത്. അണ്ടത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം, ബാങ്ക്, ATM കൗണ്ടറുകൾ, മദ്രസ, പള്ളി, അമ്പലം, അങ്കണവാടി എന്നിവിടങ്ങളിലേക്കും നടന്നുപോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് കാണിച്ച് നാട്ടുകാർ നിരവധി തവണ ഉന്നതാധികാരികൾക്ക് പരാതിപ്പെട്ടെങ്കിലും അധികൃതരാരും സ്ഥലം സന്ദർശിക്കുകയോ പ്രശ്നപരിഹാരം കാണാൻ തയ്യാറായിട്ടില്ലെന്നും പറയുന്നു. നിരവധി പേരാണ് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞ് പ്രതിഷേധിക്കവേ ഇവിടെ തടിച്ചുകൂടിയത്. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് മെമ്പർമാരായ MV ഷിനോദ്, സെമീറ സക്കരിയ എന്നിവരും പ്രതിഷേധക്കാർക്കൊപ്പമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് സർവീസ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇങ്ങനെ അണ്ടത്തോട് നമുക്ക് പ്രശ്നമുണ്ട്. എത്ര ബൈക്കുകാരാണെന്നത് ഇവിടെ വീണത്. എന്നിട്ട് കൊടുക്കുന്ന നമുക്ക് ഫെസിലിറ്റി വേണ്ടേ? ഇത് ഫെസിലിറ്റി നമുക്ക് തരണമെന്നുള്ള ഈ ശിവാലയ എന്ന് പറഞ്ഞ കമ്പനിക്ക് ആദ്യമേ തന്നെ അവരുടെ ആ ടെൻഡർ നോട്ടിലുണ്ട്. നമുക്ക് എന്താണ് നമ്മൾ സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ളതല്ലേ. ഇതൊക്കെ ഇന്ന് ഞാൻ അയച്ചതാണ്. ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഇന്നക്കൽക്ക് ഞാൻ പറയുകയാണെങ്കിൽ 1 വർഷം 8 മാസമായി ഈ 2 കിലോമീറ്റർ. ഒന്നാമത് മസ്ജിദ് അവിടെ. ഇന്ന് വെള്ളിയാഴ്ച. ഓരോ വെള്ളിയാഴ്ചകളിലും കയറുന്ന ആളുകൾ എന്തോരം പൊടിയാന്നറിയാം പള്ളിയിലാക്കി. സത്യം ഒരു തീരുമാനം ഇന്ന് വരെ കളക്ടർ പോലും മെയിൽ നോക്കിയിട്ടില്ല. കഴിഞ്ഞ കളക്ടർ ഇന്നിപ്പോൾ കളക്ടറേറ്റിൽ വിളിച്ചിട്ട് നമുക്ക് വിളിച്ചാൽ കിട്ടണ്ടേ? ഇതാ നമ്മൾ കളക്ടറേറ്റിൽ അടിച്ചിട്ട് കളക്ടർ പോലും അണ്ടത്തോടെ എന്താ വേറെ രാജ്യം. കടങ്ങോട് സ്വദേശിനി നിബിലയുടെ അടുപ്പിൻകരയിലെ എഴുത്തുകാരി എന്ന ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തു. പള്ളിമേപ്പുറം മമ്പ ഉൽ ഉലും മുദ്രസയിൽ നടന്ന ചടങ്ങ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആമിന സുലൈമാൻ അധ്യക്ഷയായി. തലേങ്ങാട്ടിരി മഹല്ല് പ്രസിഡന്റ് PK സലീം ഹാജി പ്രകാശന കർമ്മം നിർവഹിച്ചു. എഴുത്തുകാരിയും ചിത്രകാരിയുമായ ചെമ്പരത്തി ഫസ്ന പുസ്തകം പരിചയപ്പെടുത്തി. പഞ്ചായത്ത് മെമ്പർമാരായ PU പ്രകാശൻ, ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് അബ്ദുൾ ലത്തീഫ് ദാരിമി അൽ ഹൈതമിയുടെ നേതൃത്വത്തിലുള്ള മദിനുൽ ഫസ്വാഹ ദർസിന്റെ 20ാം വാർഷികവും സന്നദ്ധാന സമ്മേളനവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 പതാക ഉയർത്തും. 10 മക്കാം സിയാറത്തിന് മണത്തല ഖത്തീബ് ഖമറുദ്ദീൻ ബാദുഷ തങ്ങൾ നേതൃത്വം നൽകും. വൈകിട്ട് 7 സന്നദ്ധാന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മഹല്ല് പ്രസിഡന്റ് PK ഇസ്മായിൽ അധ്യക്ഷനാകും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ജാബിർ യമാനി പാടൂർ, ഓൾ സ്റ്റുഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദിൽ മുസ്തഫ തങ്ങൾ യമാനി, നിസാർ ഫൈസി ദേശമംഗലം എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,120 രൂപ, പവന് 1,12,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം പെരുമ്പിലാവ് കോടതിപ്പടി തേരിൽ സുരേഷ് വിജി ദമ്പതികളുടെ മകൾ നന്ദന നിര്യാതയായി. 21 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. കീർത്തന, അർച്ചന എന്നിവർ സഹോദരങ്ങളാണ്. അക്കിക്കാവ് കമ്പിപ്പാലം വടക്കൻ ജോസഫ് മകൻ ചിന്നൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ദേവാലയത്തിൽ നടത്തി. ഡിക്സൺ, നിനിത, നിക്കോൾസ് എന്നിവർ മക്കളാണ്. കടപ്പുറം തൊട്ടാപ്പ് ബദർപള്ളി ബസ് സ്റ്റോപ്പിന് കിഴക്കുവശം അൻസാർ പള്ളിക്കടുത്ത് താമസിക്കുന്ന പരേതനായ ചക്കി രാമു ഭാര്യ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സുകുമാരൻ, സദു, സതീഷ്, ഹേമലത, സജീല, സുമ, സിന്ധു എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. കോട്ടയം ചിങ്ങവനത്ത് താമസിക്കുന്ന ആർത്താറ്റ് ചെറുവത്തൂർ പരേതനായ ചെറിയാൻ മകൻ സി സുബിൻ നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് കഞ്ഞിക്കുഴി പരുത്തുംപാറ സെമിത്തേരിയിൽ നടക്കും. ലിബിയാണ് ഭാര്യ. ഏതൻ, ചെറിയാൻ എന്നിവർ മക്കളും ലിസിയമ്മ മാതാവുമാണ്. കുന്നംകുളം മണക്കുളം റോഡ് ചെറുപനയ്ക്കൽ പരേതനായ കുര്യൻ മകൾ മറിയാമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു.
സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ആർത്താറ്റ് സെന്റ് തോമസ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് പരേതനായ CV ജാക്സന്റെ പിതൃ സഹോദരിയാണ് മറിയാമ്മ. കേച്ചേരി കുന്നത്തുള്ളി വേലായുധൻ മകൻ മോഹൻദാസ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചെറുതുരുത്തി ശാന്തിതീരത്ത് നടക്കും. പ്രഷിത ഭാര്യയാണ്. പരേതയായ സിമി, ശ്രീദേവി എന്നിവർ മക്കളും അഡ്വക്കേറ്റ് ബാബു മങ്ങാടൻ, സഞ്ജീഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് പൂരവിളംബരം. നീതിലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നതോടെയാണ് പൂരങ്ങളുടെ പൂരത്തിന് തുടക്കമായത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടരഹിതമാണ് ഇത്തവണത്തെ തൃശൂർ പൂരാഘോഷം. പൊതു ടാപ്പിൽ വെള്ളം ശേഖരിക്കാൻ പോയ സ്ത്രീക്ക് പാമ്പ് കടിയേറ്റു. ചാവക്കാട് കടപ്പുറം മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം ഓളാട്ട് ശിവരാജൻ ഭാര്യ ബിന്ദുവിനാണ് പാമ്പിനെ കടിയേറ്റത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ 4 വയസ്സുകാരന് പാമ്പ് കടിയേറ്റു. 2 പേരും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിൽ. ജനവാസ മേഖലയിൽ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിൽ ആശങ്ക. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിക്കും കപ്പൂർ സ്വദേശിക്കും സൂര്യതാപമേറ്റു. പട്ടാമ്പി ശങ്കരമംഗലത്ത് ഗൃഹനാഥനെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സൂര്യതാപമേറ്റത് മൂലമെന്ന് സംശയം. കൊടും ചൂടിൽ ജാഗ്രത വേണമെന്ന് വിദഗ്ധർ. അതേസമയം കടുത്ത ചൂടിനെ തുടർന്നുള്ള മുഖ്യമന്ത്രിയുടെ സെൽഫ് ലോക്ഡൌൺ നിർദ്ദേശത്തിന് പുല്ലുവില. പലയിടത്തും ശക്തമായ വെയിലുള്ളപ്പോഴും തൊഴിലാളികൾ നിർബന്ധിത സേവനങ്ങളിൽ നിന്നും മുക്തരാകാത്ത സ്ഥിതി. തൃശൂരിൽ പാൽവണ്ടിയിൽ കടത്തുകയായിരുന്ന 2.5 കോടി രൂപയുടെ ഹാഷിഷ് ഓയിലുമായി കോട്ടോൾ സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കോട്ടോൾ പൊന്നനേങ്കാട് വീട്ടിൽ ഹബീബ് പൂത്തിരി എന്ന പ്രത്യേക കോഡിലാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്നത്. പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ആഘോഷത്തിന് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ തുടക്കം. തിരുനാളിന് തുടക്കം കുറിച്ച് തീർത്ഥകേന്ദ്രത്തിൽ ലക്ഷക്കണക്കിന് LED പിക്സൽ ലൈറ്റുകളാൽ വർണ്ണക്കാഴ്ചയൊരുക്കി. ഗുരുവായൂരിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന നിലയിൽ ഒരു വിഭാഗം ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണത്തിനെതിരെ പ്രതിഷേധം ശക്തം. നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. കുന്നംകുളം നഗരസഭയെയും കാട്ടകമ്പൽ പഞ്ചായത്തിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിപ്പുഴ പാലം ഏപ്രിൽ 29 ബുധനാഴ്ച പൊളിക്കും. പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. ബുധനാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം. നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ മേഖലയിൽ സന്ദർശനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.